വെച്ചേക്കണത് ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തി താജ്മഹലിന് വേണ്ടി പണി കഴിപ്പിച്ചതെന്താ മുംതാസ്. ഇത് മലയാളം കൊള്ളില്ല, ഇംഗ്ലീഷ് പഠിക്കാതെ നല്ലത്. അടിപൊളിതാണോ? മൂന്നാം ലോക മഹായുദ്ധം നടന്ന വർഷം 984607. ഇതാരും മൊബൈൽ നമ്പർ കൊടുത്ത് ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് മനുഷ്യനായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അല്ല ആരത്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനുള്ളത് നീ നേരിട്ട് കൊടുത്തുകൊള്ളുക. എന്റെ കയ്യിൽ തന്നിവിടാൻ ഞാൻ എന്താ കൊറിയർ സർവീസ് പോകണമെങ്കിൽ കൊടുത്തേക്കെന്ന് കരുതി പറഞ്ഞതാ. അതിരിക്കട്ടെ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഞാനേ പഠിക്കണരുത്, വീട്ടിൽ പഠിക്കാനായിട്ട് അമ്മച്ചി സമ്മതിക്കല്ല. നീ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കുക, അവർക്ക് സീരിയല് കാണണമെന്ന്. സീരിയലാണ് നമ്മൾ പഠിച്ചെങ്കിലല്ല അച്ഛോ വലിയ വലിയ ആൾക്കാരാകാൻ പറ്റുള്ളൂ. അതെ, അപ്പോ നീ മിടുക്കനാണ്. സത്യം, നീ സമർത്ഥനാണ്. നിന്നെ കാണുമ്പോഴേക്ക് കുഞ്ഞാപ്പൂനെയാണ് ഓർമ്മ വരുന്നത്. കുഞ്ഞാപ്പുവാ? അതാരാണ് ചെയ് കുഞ്ഞാപ്പു? ഞാൻ പറഞ്ഞു തരാം. പണ്ട് ഞാൻ കാനഡയിലായിരിക്കുമ്പോഴാ. എന്തിന്റെ ഇടയില്? കാനഡയിലായിരിക്കുമ്പോഴ് അങ്ങനെ ഞാനോർത്ത് അച്ഛൻ എന്നൊക്കെ പറയുന്നേ. സിസ്റ്റർ പെട്രീഷ്യമായിട്ട് പോകുമ്പോഴ്. ദൈവമേ, സിസ്റ്റർ പെട്ടി ഓട്ടോറിക്ഷയായിട്ട് പോയാ? സാത്താനെ സിസ്റ്റർ പെട്രീഷ്യമായിട്ട് തിരുവോരങ്ങളിലൂടെ നടക്കുമ്പോഴ് ഒരു കുഞ്ഞാപ്പൂവിനെ പരിചയപ്പെട്ടു. ആ കുഞ്ഞാപ്പൂ അതീവ ബുദ്ധിമാനായിരുന്നു, സമർത്ഥനായിരുന്നു, മിടുക്കനായിരുന്നു. അല്ല, ഈ കുഞ്ഞാപ്പൂ അതീവ സമർത്ഥനായിരുന്നു, മിടുക്കനായിരുന്നു എന്ന് പറയാൻ കാരണം എന്നാ? ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഒരു ദിവസം രാത്രി കുഞ്ഞാപ്പൂ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ വളരെ ഭീകരമായ അല്ലെങ്കിൽ വളരെ ഭീമത്സമായ ഒരു സ്വപ്നം കുഞ്ഞാപ്പൂ കാണുകയുണ്ടായി. എന്ത് സ്വപ്നോച്ചോ അവൻ കണ്ടത്? ജുറാസിക് പാർക്ക് സിനിമയിലെ ദിനോസർ കുഞ്ഞാപ്പൂനെ പിടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അയ്യോ, എന്നിട്ട് എന്നാ ഇവൻ? അവൻ ബുദ്ധിമാനായിരുന്നു, സമർത്ഥനായിരുന്നു. അവനൊരു 3-3.5 മണിക്കൂറോളം ശ്വാസം അടക്കി പിടിച്ചു കിടന്നു. അവൻ 3-3.5 മണിക്കൂർ ശ്വാസം അടക്കി പിടിച്ചു കിടന്നല്ലേ? ഈ കുഞ്ഞാപ്പൂ ബുദ്ധിമാനാണല്ലേ? അച്ഛൻ ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഞാൻ അവന്റെ ശവമടക്ക് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. എടാ, ഒരു 3-3.5 മണിക്കൂറോളം ശ്വാസം അടക്കി പിടിച്ചു കിടന്നാൽ കുഞ്ഞാപ്പൂ അല്ല വലിയാപ്പൂരെ തട്ടിപ്പോകും. നീ നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? ഇത് ടീച്ചർ പറഞ്ഞു മോഡേൺ ആർട്ട് വരച്ചുകൊണ്ട് ചെല്ലണോന്ന് പറഞ്ഞു. മോഡേൺ ആർട്ടോ? ഇതെന്ത് മോഡേൺ ആർട്ടാണ് നീ വരച്ചിരിക്കുന്നത്? വല്ലതും മനസ്സിലാവുന്നുണ്ടാ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് പട്ടി റൊട്ടി തിന്നുന്ന പടവാ. പട്ടി റൊട്ടി തിന്നുന്ന പടമാ? എന്നിട്ട് റൊട്ടി എവിടെയാടാ? പട്ടി തിന്ന്. അപ്പൊ പട്ടി എവിടെയാടാ? റൊട്ടി തിന്നാ പട്ടി നിക്കോ? പട്ടിയുടെ പാട്ടി. നീ മിടുക്കനാണ്. എന്തൊക്കെയാണ് നീ ബുദ്ധിമാനാണെന്നല്ലേ പറഞ്ഞത്? നിന്നോട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും. കുസൃതി ചോദ്യം. എന്റെ ഈ വലത് കൈയിൽ 1,00,000 രൂപയും ഇടത് കൈയിൽ കുറച്ച് അറിവും വെച്ചാൽ നീ അതിൽ ഏത് തിരഞ്ഞെടുക്കും? സംശയം എന്താ? വലത് കൈയിലിരിക്കുന്ന 1,00,000 രൂപ എടുക്കും ഞാൻ. അതാണ് നീ മണ്ടനാണെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ എന്റെ ഇടത് കയ്യിലിരിക്കുന്ന അറിവേ എടുക്കുള്ളൂ. അത് അച്ഛനില്ലാത്തത് അച്ഛനെടുത്ത്, എനിക്കില്ലാത്ത ഞാനും എടുത്ത്, അത്ര വിചാരിച്ചാ മതി. എന്തൊക്കെയാണെങ്കിലും അതൊക്കെ അങ്ങ് പോട്ടെ, അത് വിട്ടുകളയാം. നിന്നോട് നീ പഠിക്കുന്ന പാഠത്തിലെ കുറച്ച് വിഷയങ്ങളെ പറ്റി ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം ഞാൻ പറയും, നീ തന്നെ പറയണം. ഒന്നാമത്തെ ചോദ്യം, പാമ്പിന്റെ 5 പര്യായങ്ങൾ പറയുക. പാമ്പിന്റെ 5 പര്യായം പറഞ്ഞു പിടിച്ചോട്ടാ. എന്റെ അപ്പച്ചൻ, പിന്നെ രാഘവൻ ചേട്ടൻ, തങ്കപ്പൻ ചേട്ടൻ, ദിനേശ് ചേട്ടൻ, സുമേഷ് ചേട്ടൻ. ഇവരൊക്കെ പാമ്പാന്നോടാ? ഇവരൊക്കെ 6 മണി കഴിഞ്ഞാ പാമ്പാ. സ്കൂളിൽ വിട്ടാ ഞാനും പാമ്പാ. അത് പോട്ടെ. വേറൊരു ചോദ്യം. വാസ്കോ ഡി ഗാമ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വാസ്കോ ഡി ഗാമ കോഴിക്കോട് വന്ന് കാലുകുത്താനുണ്ടായ കാരണം എന്താണ്? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അച്ഛോ. ഒരു സ്ഥലത്ത് വന്ന് എങ്ങനെയാ കയ്യും കുത്തി ഇറങ്ങുന്നത്? അതുകൊണ്ട് അവര് നീ ആയിരുന്നെങ്കിൽ ഇവിടെ തലയും കുത്തി ഇറങ്ങി. ഏതായാലും ദൈവം നമുക്ക് ഓരോരോ അവയവങ്ങൾ തന്നിട്ടുണ്ട്. അത് സത്യം. ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് എന്തിനാണ്? മൂക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? ചെവി തന്നിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് പൊക്കിള് തന്നിരിക്കുന്നത് എന്തിനാണ്? എടാ പൊക്കിള് എന്ത്? എടാ ഇത്രയൊക്കെ ചോദ്യം ചോദിച്ചതൊക്കെ ഓക്കെ. അത് അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. ഞാൻ അച്ഛനെ കുറിച്ച് ഇത്ര ഇങ്ങനെയല്ല വിചാരിച്ചു. വെറുതെ അല്ല, നാട്ടുകാർ മുഴുവൻ അച്ഛനെ വികാരി അച്ഛാ വിളിക്കും. പട്ടി അടിക്കുമ്പോ കുത്തി ഇതിനാണ് നീ ഇവിടെ എന്നിട്ട് കുർബാന വിളിച്ചത്. പിന്നെ അച്ഛൻ എന്നാ വിചാരിച്ച? നീ വെറുതെ അല്ലടാ നിന്നെ ഇങ്ങനെ പോയത്. അതൊക്കെ ഇരിക്കട്ടെ. സ്ത്രീലിംഗം പറയും. കേട്ടല്ലോ? ഞാനൊരു സ്ത്രീലിംഗം പറയുമ്പോ നീ ഒരു പുല്ലിംഗം പറയണം. നീ ഒരു പുല്ലിംഗം പറയുമ്പോ ഞാനൊരു സ്ത്രീലിംഗം പറയും. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ചോദ്യം, കള്ളൻ.
എടാ കള്ളൻ എന്ന് പറയുമ്പോ ഒരു വള്ളിയിട്ട് കള്ളി എന്ന് വേണം പറയണം. വള്ളി വേണം, എന്നാലേ ശ്രീലിംഗമാവുള്ളൂ. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ആന. എടാ സാത്താനെ ആന എന്ന് പറയുമ്പോൾ അത് വള്ളി ചേർക്കരുത്, മുമ്പിൽ ഒരു പിടി ചേർക്കണം. പിടിയാന. അയ്യോ മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ. നിന്നോടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ നിർത്തി. എന്തൊക്കെയാണെങ്കിൽ നിനക്ക് സ്കൂൾ ആനിവേഴ്സറി ഒക്കെ അല്ലേ വരുന്നത്? അയ്യോ അത് പറയാൻ മറന്നുപോയി. സ്കൂൾ ആനിവേഴ്സറി ഞാൻ ഒരുപാട് മത്സരത്തിലൊക്കെ പങ്കെടുക്കും. എന്തൊക്കെ മത്സരത്തിൽ നീ പങ്കെടുക്കും? ഞാൻ ഒരുപാട് മിമിക്രി കാണിക്കും. കഥ പറയും. മിമിക്രി കാണിക്കും. നീ എനിക്ക് വേണ്ടിയിട്ട്, ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മിമിക്രി ഇവിടെ കാണിക്കാമോ? മിമിക്രി. മോഹൻലാലിനെ നീ ഒന്ന് അവതരിപ്പിച്ച്. ആക്ഷൻ. ഓക്കേ. കൊള്ളാം, വരവൊക്കെ കൊള്ളാം. ഒറ്റങ്ങട് ഒരു സംശയമുണ്ട്. എന്താണ്? മോഹൻലാലിന്റെ ഈ സൈഡാണ് തളം നടക്കണ, ഈ സൈഡാണ് തളം. നീ ഏതെങ്കിലും ഒരു സൈഡ് ഇട്ട് ചെയ്തോ. ഇവിടെ തന്നെ തളത്തിട്ടാ. ഓക്കേ. കലക്കി. ഇതെന്താടാ ഏ മാത്രമേ ഉള്ളൂ? ഡയലോഗ് പഠിച്ചിട്ടില്ല. വേറെ ഉണ്ട്. സുരേഷ് ഗോപി. എന്നാ സുരേഷ് ഗോപി ഒന്ന് ചെയ്യ്. സുരേഷ് ഗോപി. ആക്ഷൻ. അച്ഛൻ ഇത്രയുള്ള ഞാൻ എന്റെ ആക്ഷൻ ഡയലോഗ് പറഞ്ഞല്ലേ? ഡയലോഗ് ആയിരുന്നാ? അച്ഛൻ പേടിച്ചോ അല്ലേ? ശരി, നീ പറ. എന്നെ അപ്പച്ചനെ പുറകിൽ നിന്ന് കുത്തിയവൻ ആരാണെങ്കിലും ശരി, അവനെ കൊല്ലും ചാക്കോച്ചി, കൽക്കരി തിന്നും ചാക്കോച്ചി, എന്താണ് നീ പറയുന്നത്? അച്ഛൻ തുള്ളിയപ്പോ ഞാനും തുള്ളി. എടാ തുള്ളലിന്റെ വീക്ക്നെസ് ആണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? പാട്ട് കേട്ട അച്ഛൻ തുള്ളുവല്ലേ? തുള്ളും. അത് എനിക്കറിയാൻ പറ്റില്ല. വേറെ നല്ല മിമിക്രി വല്ലതും ഉണ്ടോ? വേറെ ജയൻ. ജയനെ കളിക്കും ഞാൻ. പഴയ നടൻ ജയൻ. പഴയ കാലി ജയൻ. എന്നാ ജയൻ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാമോ? ആക്ഷൻ. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടൂട്ടാ. ഓടും. ആക്ഷൻ കാണിക്കൂട്ടാ. ശരി. ആക്ഷൻ. എടാ ശബ്ദമുണ്ടാക്ക്. എടാ ശബ്ദമുണ്ടാക്ക്. ജയനെ സമ്മതിക്കണോട്ടാ. എന്തിനി? എന്റെ കർത്താവ്, നീ മുട്ടനാടാ, മുട്ടനാട്. അതിരിക്കട്ടെ. എന്തൊക്കെയാണ് കഥ പറയാമോ? കഥ. ഒരു കഥ എന്ന് പറഞ്ഞു. ഒരു കഥ പറയട്ടെ. കഥ. നമസ്കാരം. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ കഥയുടെ പേരാണ് സ്ഥലം. ഒരു സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തെ സ്ഥലത്ത് വേറൊരു സ്ഥലമുണ്ട്. വേറെ സ്ഥലത്ത് നിന്ന് കുറെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തു നിന്നും കൂടി വേറെ കുറച്ച് ആൾക്കാർ സ്ഥലം മേടിക്കാൻ വേണ്ടി വരും. അപ്പൊ ഈ സ്ഥലം കണ്ടപ്പോ അവർക്ക് നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്ത് വേറെ സ്ഥലം, ആ സ്ഥലവും ഈ സ്ഥലവും കൂടി മേടിക്കണം. നിന്റെ സ്ഥലത്തിന്റെ കഥ ഇവിടെ മതി. എന്തൊക്കെയാണ്? എനിക്ക് പോകാൻ കുറച്ചുകൂടി സമയമുണ്ട്. എന്നെ കൊണ്ടേ പോവുള്ളൂ. അതുവരെ നമുക്ക് കടങ്കഥ പറഞ്ഞു കളിക്കാം. കടങ്കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാനൊരു കടങ്കഥ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. ഞെട്ടില്ല വട്ടയില. അയ്യോ എനിക്കറിയാവുന്ന ചോദ്യമായിരുന്നു. ഞെട്ടില്ല ക്ലൂ വല്ല ഉണ്ടോ? ക്ലൂ. ഞെട്ടില്ല വട്ടയില. വട്ടത്തിലിരിക്കും. സാത്താനെ പൊറോട്ടയല്ല, പിന്നെ കുറച്ചുകൂടി കനം കുറഞ്ഞ ദോശ. നമ്മള് സദ്യ ഒന്നുമില്ല. സദ്യ എങ്ങനെ ഉണ്ണുമ്പോൾ അതിന്റെ ഈ അറ്റത്ത് ചിപ്സ് അല്ല സാത്താനെ, ചിപ്സ് അല്ലേ? നമ്മള് പായസത്തിലൊക്കെ ഇങ്ങനെ പോട്ടെ. അത് പോട്ടെ. കാറ്റ് വന്നു കഴിഞ്ഞ പറന്ന് എല്ലാം പോട്ടെ. നല്ലൊരു ക്ലൂ ഞാൻ തരാം. ആദ്യത്തെ അക്ഷരം പാ. അവസാനത്തെ അക്ഷരം ടം. എനിക്കിതറിയാവുന്ന ക്വസ്റ്റ്യന് ഉത്തരം വരുന്നേ. ഞാൻ എന്ത് മണ്ടനാണെന്ന് നോക്കി. ഇത്ര സിമ്പിൾ ചോദ്യം ചോദിച്ചിട്ട് പറയാൻ പറ്റില്ല. നീ അച്ഛന് വേണ്ടി ഒന്ന് ഇവിടെ പറയാമോ? ഇനി എന്ത് പറയാനാ? നല്ലത് പറ. അതെന്നെ കൊച്ചാക്കണ പോലെ ആയി പോയില്ല അച്ഛൻ. ആദ്യത്തെ അക്ഷരം പാ, അവസാനത്തെ അക്ഷരം ടം. ഞാൻ പപ്പടോട് ഉദ്ദേശിച്ചു. പിന്നെ അല്ലാതെ. അപ്പഴേ കുറെ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചില്ലേ? ഞാനൊരു വാക്ക് പറയാം. അത് അച്ഛൻ ആ പുസ്തകത്തിൽ എനിക്ക് എഴുതി തരണം. ഈ പുസ്തകത്തിൽ ഞാൻ നിനക്ക് എഴുതി തരണം. അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതി തരണം. എഴുതി തരും. തന്നില്ലെങ്കിൽ എനിക്ക് എന്ത് തരും? തന്നില്ല നിനക്ക് എന്താണ് വേണ്ടത്? എന്താ വേണ്ടെന്ന് വെച്ചാ അച്ഛന് ഈ ലോഹയുടെ അടിയിട്ടിരിക്കുന്ന പാന്റ് എനിക്ക്
എഴുതി തന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഈ ലോഹയുടെ അടിച്ചേക്കണ പാൻറ്റിനെ കൂരി തരും. സമ്മതിച്ചല്ല? സമ്മതിച്ചു. എന്നാ എഴുതിക്കോ. ഓക്കെ, പറ. രാമൻ ഒരു കൃഷിക്കാരനായിരുന്നു. കൃഷിക്കാരനായിരുന്നു. അയാൾ ദിവസവും തന്റെ കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു. കളയുമായി ചന്തയിൽ പോകുമായിരുന്നു. ഒരു ദിവസം കാള നടക്കാതെ വന്നപ്പോൾ തന്റെ കയ്യിലിരുന്ന ചാട്ടവാറ കൊണ്ട് കാളയുടെ മുതുകത്തടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചെഴുതണം. അക്ഷരസ്ഫുടതയോട് അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതണം. അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏ കാളേ നടകാളേ. എഴുതാൻ മലയാള അക്ഷരം ഞാൻ പറഞ്ഞത്. തോറ്റാ? ബെറ്റ് തെറ്റിയല്ല? ആ ബെറ്റ് കെട്ടിയ പാൻറ് പെട്ടെന്ന് ഊരി. ഞാൻ സെമിനാരിൽ പോയിട്ട് വേറെ ഒരു നല്ല പാൻറ്. അതൊന്നും പറ്റില്ല, സെമിനാറിൽ വേണ്ട. അച്ഛൻ ഇട്ടിരിക്കുന്ന ഈ പാൻറ് ഇവിടെ വെച്ച് എനിക്ക് ഊരി തരണം. ഈ പാൻറ് ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ച് എനിക്ക് ഊരി തരണം. എന്തൊക്കെയാലും നീ പറഞ്ഞത് എന്റെ അടുത്താണ് കളി. നീ പറഞ്ഞതല്ല. പിള്ളേരുടെ അടുത്ത് കളിച്ചാ ഇങ്ങനെ ഇരിക്കുമെന്നുള്ളവരും മനസ്സിലായി കൊടുക്കണമല്ല. എങ്കിൽ അത് മോശമായി പോയില്ലേ? എന്തൊരു ചൂടാണെന്റെ അമ്മോ.